നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനലിസിമ ക്യാൻസൽ ചെയ്തതോടുകൂടി അർജൻറ്റീന ഇതിന് മുമ്പ് ഒന്നും എത്തിപ്പെടാത്തൊരു പ്രതിസന്ധിയിലാണ് എത്തി നിൽക്കുന്നത്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇപ്പോൾ ഒരു കളിയും അവർക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെ ഖത്തറിൽ വെച്ചിട്ട് ഫൈനലിസിമായും അതിന് പിന്നാലെ ഖത്തറുമായിട്ടുള്ളൊരു കളിയുമായിരുന്നല്ലോ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഖത്തറുമായിട്ടുള്ള കളി എന്തായാലും ക്യാൻസലായിപ്പോയി. ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പേരിട്ടിരുന്ന ആ മത്സരങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തതായിട്ട് അവർ ഒഫീഷ്യലി അറിയിച്ചതാണ്. ഫൈനലിസിമയുടെ കാര്യത്തിൽ പിന്നെ എന്താണ് ഉണ്ടായതെന്ന് നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് ചർച്ച ചെയ്തതുമാണ്. ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ അർജൻറ്റീന ഒരു യൂറോപ്യൻ ടീമിനോട് പോലും മുട്ടാതെയാണ് അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുക. ഇതിനു മുമ്പുണ്ടായിട്ടേയില്ല എന്നാണ് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് കൃത്യമായ കണക്ക് സഹിതം പുറത്തുവിടുന്നത്. 1930 മുതൽ ഇങ്ങോട്ടുള്ള വേൾഡ് കപ്പുകളുടെ കണക്കെടുത്താൽ ഒരൊറ്റ വേൾഡ് കപ്പിലും അർജൻറ്റീന യൂറോപ്യന്മാരോട് മുട്ടാതെ വേൾഡ് കപ്പിലേക്ക് പോയിട്ടില്ല. വേൾഡ് കപ്പ് സൈക്കിളിൽ ഒറ്റ വേൾഡ് കപ്പിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. 1930 വേൾഡ് കപ്പിന് മുമ്പ് അർജൻറ്റീന 2 യൂറോപ്യൻ ടീമുകളോട് ആ സൈക്കിളിൽ മുട്ടിയിരുന്നു. ഒന്ന് പോർച്ചുഗലിനോടും മറ്റൊന്ന് ബെൽജിയത്തിനോടും. 1934 വേൾഡ് കപ്പ് ആവട്ടെ അർജൻറ്റീന യുഗോസ്ലാവിയയോട് ആ സൈക്കിളിൽ മുട്ടിയിരുന്നു. 1958 3 ടീമുകളോട് 3 മത്സരങ്ങൾ കളിച്ചിരുന്നു. അതായത് പോർച്ചുഗലുമായിട്ടും ഇറ്റലിയുമായിട്ടും. ഇറ്റലിക്കെതിരെ 2 കളികൾ. 62 വേൾഡ് കപ്പിന് പോകുമ്പോൾ 7 മത്സരങ്ങൾ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചിട്ടാണ് അവർ പോയത്. അതായത് സ്പെയിനിനോട് 2 കളി, പോർച്ചുഗൽ, ഇറ്റലി, ചെക്കോസ്ലാവാക്യ ടീമുകളോട് ഓരോ കളികൾ, സോവിയറ്റ് യൂണിയനോട് 2 കളികൾ. 1966 വേൾഡ് കപ്പിന് പോകുമ്പോൾ 6 മത്സരങ്ങൾ യൂറോപ്യന്മാരോട് കളിച്ചിട്ടാണ് അവർ പോയത്. പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, പോളണ്ട്, ഇറ്റലി ടീമുകളോട് അവർ കളിച്ചിരുന്നു. 1974 വേൾഡ് കപ്പിന് പോകുമ്പോൾ അവർ 12 കളികളിൽ യൂറോപ്യന്മാരോട് മുട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രാൻസുമായിട്ട് 4 കളികൾ, പോർച്ചുഗൽ, യുഗോസ്ലാവിയ, സ്പെയിൻ, സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, റൊമേനിയ, ഇംഗ്ലണ്ട്, നെതർലൻഡ്സ് ടീമുകളോട് ഓരോ കളികൾ. 1978 അർജൻറ്റീന വേൾഡ് കപ്പ് നേടിയ വർഷമാണ്. ആ വേൾഡ് കപ്പിന് പോകുമ്പോൾ 15 മത്സരങ്ങളിൽ യൂറോപ്യന്മാരോട് മുട്ടിയിട്ടാണ് അവർ പോയത്. സ്പെയിനിനോടൊരു കളി, സോവിയറ്റ് യൂണിയനോട് 2 കളികൾ, പോളണ്ടിനോട് 2 കളികൾ, ഹംഗറിയോട് 2 കളികൾ, വെസ്റ്റ് ജർമ്മനി, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, ഫ്രാൻസ്, യുഗോസ്ലാവിയ, ഈസ്റ്റ് ജർമ്മനി, ബൾഗേറിയ, റൊമേനിയ ടീമുകളോട് ഓരോ കളികളും കളിച്ചിട്ട് പോയിട്ടാണ് അവർ വേൾഡ് കപ്പിൽ കിരീടവും ചൂടിയത്. 1982 വേൾഡ് കപ്പിന് പോകുമ്പോൾ അവർ 22 മത്സരങ്ങൾ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചിരുന്നു. ബൾഗേറിയയോട് 2 കളികൾ, നെതർലൻഡ്സ്, ഇറ്റലി, സ്കോട്ട്ലൻഡ് ടീമുകളോട് 2 ഓരോ കളികൾ, വെസ്റ്റ് ജർമ്മനിയോട് 3 കളികൾ, ചെക്കോസ്ലാവാക്യയോട് 3 കളികൾ, സോവിയറ്റ് യൂണിയനോട് 2 കളികൾ, യുഗോസ്ലാവിയ, ഇംഗ്ലണ്ട്, അയർലൻഡ്, ഓസ്ട്രിയ ടീമുകളോട് ഓരോ കളികൾ, പോളണ്ടിനോട് 2 കളികൾ, സ്വിറ്റ്സർലൻഡ്, ബൾഗേറിയ, റൊമേനിയ ടീമുകളോട് ഓരോ കളികൾ. 1986 മറഡോണയുടെ മായാജാലത്തിൽ അവർ കിരീടം ചൂടിയ വർഷം. ആ വേൾഡ് കപ്പിന് പോകുമ്പോഴും അവർ യൂറോപ്യന്മാരോട് മുട്ടിയിട്ടാണ് പോയത്. 6 കളികളിലാണ് അപ്പോൾ യൂറോപ്യന്മാരോടായിട്ട് കളിച്ചത്. പോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം, വെസ്റ്റ് ജർമ്മനി, ഫ്രാൻസ്, നോർവേ ടീമുകളോടായിരുന്നു ആ കളികൾ. 1990 അർജൻറ്റീന വേൾഡ് കപ്പിൽ റണ്ണേഴ്സപ്പായ വർഷം. ആ വർഷം വേൾഡ് കപ്പിന് പോകുമ്പോൾ 9 യൂറോപ്യൻ ടീമുകളോട് 9 കളികൾ കളിച്ചിട്ടാണ് പോയത്. ഇറ്റലിയോട് 2 കളികൾ, വെസ്റ്റ് ജർമ്മനിയോട് 2 കളികൾ, സോവിയറ്റ് യൂണിയൻ, സ്പെയിൻ, സ്കോട്ട്ലൻഡ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് ടീമുകളോട് ഓരോ കളികൾ. 1994 വേൾഡ് കപ്പിന് പോകുമ്പോൾ അത് US നടന്ന വേൾഡ് കപ്പാണ്. അവർ 8 കളികൾ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഹംഗറി, സോവിയറ്റ് യൂണിയൻ, ഇംഗ്ലണ്ട്, വെയിൽസ്, പോളണ്ട്, ഡെൻമാർക്ക്, ജർമ്മനി, ക്രൊയേഷ്യ ടീമുകളോടാണ് ആ സൈക്കിളിൽ അവർ ഏറ്റുമുട്ടിയത്. 1998 വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിന് പോകുമ്പോൾ 9 കളികളിൽ യൂറോപ്യന്മാരുമായിട്ട് മുട്ടിയിരുന്നു. യുഗോസ്ലാവിയയോട് 3 കളികൾ, ഡെൻമാർക്കിനോട് 1 കളി, ബൾഗേറിയയോട് 2 കളികൾ, സ്പെയിൻ, അയർലൻഡ്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ടീമുകളോട് ഓരോ കളികളും അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 2002 വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിന് പോകുമ്പോൾ 7 മത്സരങ്ങളിൽ അവർ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചു. ആ കളികളുടെ കൃത്യമായ കണക്കെടുത്താൽ നെതർലൻഡ്സിനോട്, ലിത്വാനിയയോട്, സ്പെയിനിനോട്, ഇംഗ്ലണ്ടിനോട്, ഇറ്റലിയോട്, വെയിൽസിനോട്, ജർമ്മനിയോടൊക്കെ ഓരോ കളികൾ കളിച്ചിട്ടാണ് അവർ ആ വേൾഡ് കപ്പിന് പോയത്. 2006 വേൾഡ് കപ്പിന് പോകുമ്പോൾ അവർ 6 കളികൾ യൂറോപ്യന്മാരോട് മുട്ടിയിരുന്നു. നെതർലൻഡ്സിനോട് 1 കളി, ജർമ്മനിയോട് 2 കളികൾ, ഹംഗറി, ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ ടീമുകളോട് ഓരോ കളികൾ. 2010 വേൾഡ് കപ്പിന് പോകുമ്പോൾ അവർ 10 മത്സരങ്ങൾ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചിരുന്നു. സ്പെയിനിനോട് 2 കളികൾ, ഫ്രാൻസിനോട് 2 കളികൾ, സ്വിറ്റ്സർലൻഡ്, നോർവേ, ബെലാറസ്, സ്കോട്ട്ലൻഡ്, റഷ്യ, ജർമ്മനി ടീമുകളോട് ഓരോ കളികൾ. 2014 വേൾഡ് കപ്പിന് പോകുമ്പോൾ ഒരു വേൾഡ് കപ്പിൻ്റെ റണ്ണേഴ്സപ്പായ വർഷമാണ്. അന്ന് അവർ 12 കളികൾ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചിട്ടാണ് പോയത്. അയർലൻഡ്, സ്പെയിൻ, പോർച്ചുഗൽ, പോളണ്ട്, അൽബേനിയ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, സ്വീഡൻ, ഇറ്റലി, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, റൊമേനിയ, സ്ലോവേനിയ ടീമുകളോട് അവർ ഏറ്റുമുട്ടി.
2018 അവർ 6 മത്സരങ്ങൾ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചിട്ടാണ് പോയത്. ജർമ്മനി, ക്രൊയേഷ്യ, പോർച്ചുഗൽ, റഷ്യ, ഇറ്റലി, സ്പെയിൻ ടീമുകളോട് കളിച്ചു. 2022 വേൾഡ് കപ്പ് അവർ നേടിയപ്പോൾ 3 കളികൾ യൂറോപ്യന്മാരുമായിട്ട് കളിച്ചിട്ടാണ് പോയത്. ജർമ്മനി, ഇറ്റലി, എസ്റ്റോണിയ ടീമുകളോടാണ് അവർ കളിച്ചത്. 2026 വേൾഡ് കപ്പിന് പോകുമ്പോൾ ഇതുവരെ അവർ ഒരൊറ്റ യൂറോപ്യൻ ടീമുകളോടും കളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് അവർ തട്ടിക്കൂട്ടി ഏതെങ്കിലും എതിരാളികളെ കണ്ടെത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ എസൈസ പ്രോപ്പർട്ടിയിൽ അവർ ട്രെയിനിങ് നടത്തുകയും അർജൻറ്റീനയുടെ തന്നെ അണ്ടർ 20 ടീമിനോട് അവർ കളിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.